ചീപ്പ് മെന്റലിറ്റി വേഴ്സസ് വീക്ക് മെന്റലിറ്റി. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് രണ്ടും തോന്നുന്നുണ്ടാവും സെയിം, രണ്ടും സെയിം ആണ്, രണ്ടും ഒപ്പമായിട്ട് നടക്കുന്നതാണ്. നോ, ഇതിൻ്റെ ഉള്ളിൽ കുറെ വലിയൊരു വ്യത്യാസമുണ്ട്. വെയിറ്റ് എ സെക്കൻഡ്. സോ ചീപ്പ് ആൻഡ് വീക്ക് രണ്ടിൻ്റെയും ഉള്ളിലൊരു വ്യത്യാസമുണ്ട്. ഞാൻ ഇതിനു മുമ്പ് ഒരു സ്റ്റോറി പറഞ്ഞു തരാം. ഒരാളുണ്ടായിരുന്നു, അവൻ രണ്ടാൾക്കാരുണ്ടായിരുന്നു. അവർ രണ്ടാളും ഒരു നാട്ടിലത്തെ ആൾക്കാരുണ്ടായിരുന്നു. രാവിലെ എനിക്കും ബോത്ത് ഓഫ് ദം, ഒരാള് എനിക്കും അവൻ പൂജയും പാട്ടുമൊക്കെ ചെയ്യും. അത് കഴിഞ്ഞിട്ട് കുറെ നേരം അവൻ എല്ലാ ഭഗവാനെയും പൂജിക്കും. അത് കഴിഞ്ഞിട്ട് അവൻ അവൻ്റെ എല്ലാ പണികളും കഴിഞ്ഞിട്ട് ഭഗവാന്റെ പ്രസാദം കേട്ടിട്ട് എല്ലാതും ചെയ്തിട്ട് അവൻ അവൻ്റെ പണിക്ക് പോകുള്ളൂ. ആൻഡ് ഫോർ ഒബ്വിയസ്ലി അവൻ കുറെ ഹാർഡ് വർക്ക് ചെയ്യും. നെക്സ്റ്റ് വൺ ഉണ്ട്, അവൻ രാവിലെ എണീക്കും ആൻഡ് ജസ്റ്റ് വേക്കപ്പ്, ബ്രഷ് ചെയ്തു പോവാ. നോ വൺ ഭഗവാനെ പൂജിക്കലും ഒന്നുമില്ല. വൺ ഡേ രണ്ടാൾക്കും പോണ വഴിൻ്റെ ഉള്ളിൽ ഒരു സ്വർണത്തിന്റെ കുടം കിട്ടി. ആൻഡ് ഭഗവാനെ പൂജിക്കുന്ന ആള് പറഞ്ഞു, നോ, എനിക്കിത് എടുക്കാൻ പറ്റില്ല, എനിക്കിത് തൊടാൻ പറ്റില്ല, ഇത് എനിക്ക് അർഹതിച്ചതല്ല, എനിക്ക് അതാണ് ഇതാണ്. ബട്ട് അതർവൻ എടുത്തു ആൻഡ് അവൻ അവൻ്റെ കാശുണ്ടാക്കി. പക്ഷേ എല്ലാ ആൾക്കാരുടെ മുമ്പിലും അവൻ കള്ളനായി. സോ ദിസ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വീക്ക് ആൻഡ് ചീപ്പ്. വീക്ക് മെന്റാലിറ്റി എന്താണെന്ന് വെച്ചാൽ അവനറിയാം ഇത് എടുത്തു വെച്ചാൽ ഞാൻ കോടീശ്വരനാവും, ഞാൻ കുറെ കാശുകാരനാവും. പക്ഷെ അവനത് തൊടില്ല, ബിക്കോസ് വീക്കാണ്, മെന്റലി വീക്കാണ്. നിങ്ങളിപ്പോൾ കുറെ ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും, നിങ്ങളുടെ അടുത്ത വട്ടത്തെ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു സാധനം ചെയ്തു. ഫോർ എക്സാമ്പിൾ ഈ ഒരു സ്ഥലത്ത് ഇങ്ങനെ തൊട്ട്, ഫോർ എക്സാമ്പിൾ ഇവരിങ്ങനെ ഫോൺ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ 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 പിന്നെയും ചെയ്യും. അതല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു പ്രാവശ്യം തുപ്പിച്ചാൽ പിന്നെയും തുപ്പാൻ തോന്നും. അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു പ്രാവശ്യം തൊടാൻ തോന്നിച്ചാൽ പിന്നെയും തൊടാൻ തോന്നും. അതല്ലെങ്കിൽ എന്തെങ്കിലും സാധനം ചെയ്യുമ്പോൾ അത് ഒരു ലൂപ്പിൽ ചെയ്യാൻ തുടങ്ങും, അല്ലെങ്കിൽ ഒരു ബൂംറാങ്ങിൻ്റെ ഉള്ളിൽ ചെയ്യാൻ തുടങ്ങും. അതാണ് വീക്ക് മെന്റലിറ്റിന്റെ ഒരു സൈൻ. വീക്ക് മെന്റലിറ്റിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് കുറെ കൂടുതൽ പൊട്ടത്തരം ചെയ്യാൻ തോന്നും, നിങ്ങൾ കുറെ കൂടുതൽ ദൈവത്തിന്റെ മീത് വിശ്വാസം വെക്കാൻ തോന്നും. ലൈഫ് നോർമൽ ഉണ്ടാവുക, ലൈഫ് അങ്ങനെ തന്നെ ഉണ്ടാവുക. കുറെ കൂടുതൽ എല്ലാവരുടെയും മീത് വിശ്വസിക്കാൻ തുടങ്ങും. അതല്ലാണ്ട് നിങ്ങളെ കുറെ ആൾക്കാരെ എപ്പോഴും ഹേർട്ട് ചെയ്യും. നിങ്ങളെല്ലാം സാറ്റിസ്ഫൈഡ് അല്ല ഉണ്ടാവുക നിങ്ങളുടെ ജീവിതത്തിന്റെ ഉള്ളിൽ എന്ത് ചെയ്തു വെച്ചാലും. ബട്ട് അതിൽ വന്ന് ചീപ്പ് മെന്റലിറ്റി, അവൻ ഇങ്ങനത്തെ ഒരു സാധനത്തിന്റെ മീതും ഒരൊന്നും ഉണ്ടാവില്ല. പക്ഷേ അവൻ സ്വന്തത്തിനോട് കുറെ കൂടുതൽ സെൽഫ് കോൺഫിഡൻറ്റ് ഉണ്ടാവുക ജീവിതത്തിന്റെ ഉള്ളിൽ. ബട്ട് ഇൻ ദ റിയാലിറ്റി 4% ആൾക്കാരും വിചാരിക്കും അവൻ എന്താ ആളാന്ന്, അവൻ്റെ എന്ത് ജീവിതമാണ്. ബട്ട് ഈവൻ സോഷ്യൽ വാലിഡേഷൻ ഒരു കുഴപ്പമുണ്ടല്ലോ. ഈ ചീറ്ററുള്ള ആള്, ചീപ്പ് മെന്റലിറ്റിയുള്ള ആള് സോഷ്യൽ വാലിഡേഷൻ 0. പക്ഷേ വീക്ക് മെന്റലിറ്റിന്റെ ആള് സോഷ്യൽ വാലിഡേഷന്റെ മീതെ കുറെ കൂടുതൽ നടക്കുക. ഫോർ എക്സാമ്പിൾ, ഞാൻ എന്ത് തെറ്റ് ചെയ്താലും ഭഗവാൻ നോക്കണു, ഞാൻ എന്ത് ചെയ്താലും അത് നോക്കണു, ഞാൻ എന്ത് ചെയ്താലും ഇത് നോക്കണു. ബട്ട് നോ വൺ കെയർസ്, ആർക്കും ഒന്നും അതൊന്നുമില്ല. ബട്ട് ദ ചീപ്പ് മെന്റലിറ്റി വൻ, ആരെന്ത് നോക്കിച്ചാലും എനിക്കെന്താ, എനിക്ക് എൻ്റെ ജീവിതം നടത്തണം, ആരെന്ത് ചെയ്താലും എനിക്ക് എൻ്റെ അത് നടത്തണം, എനിക്ക് എൻ്റെ പണി നോക്കണം. ദിസ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ചീപ്പ് ആൻഡ് വീക്ക്. ഞാൻ 2026 ഉള്ളിൽ പറയാന്ന് വെച്ചാൽ വീക്ക് മെന്റലിറ്റി ഒരു കർസാ, ഒരു ശ്രാപമാ ഇന്നത്തെ സമയത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ വീക്ക് മെന്റലിറ്റിൻ്റെ ആളാന്ന് വെച്ചാൽ. ബിക്കോസ് എവറി വൺ വിൽ യൂസ് യു. എല്ലാ ആൾക്കാരും നിങ്ങൾ യൂസ് ചെയ്യും. അവൻ എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ, ഇന്നീ സ്ഥലത്ത് പോയിട്ടില്ലെങ്കിൽ ദൈവം നിന്നെ ഇങ്ങനെ ചെയ്യും, ഇന്നീ സ്ഥലത്ത് പോയിട്ടില്ലെങ്കിൽ ഞാൻ നിന്നെ ഇങ്ങനെ പ്രാകും, ഞാൻ നിന്നെ ഇങ്ങനെ ശ്രാപിക്കും. ബട്ട് അപ്പോൾ ആ വീക്ക് മെന്റലിറ്റിന്റെ ആള് വിചാരിക്കും ഓക്കെ പോകാണ്ടിരിക്കാൻ പറ്റില്ല. പക്ഷെ ആ ചീപ്പ് മെന്റലിറ്റിന്റെ ആള് വിചാരിക്കും നീ അല്ല, നിന്റെ ദൈവനല്ല, നിന്റെ ആര് വിചാരിച്ചാലും എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആൻഡ് അങ്ങനെ അവൻ ജീവിതത്തിന്റെ ഉള്ളിൽ സക്സസ്ഫുൾ ആവും. പക്ഷേ ഇതിന്റെ ഉള്ളിൽ ഒരു കുറെ വലിയ ഡ്രോബാക്ക് ഉണ്ട്. വീക്ക് മെന്റലിറ്റിന്റെ ആള് എപ്പോഴും തെറ്റുപണി ചെയ്യില്ല, ഈ തെറ്റ് വഴി. സോ അതിന്റെ കാരണം അവൻ്റെ ജീവിതത്തിന്റെ ഉള്ളിൽ ഒരു സ്റ്റെബിലിറ്റിന്റെ ഉള്ളിൽ നടക്കുക. പക്ഷെ ചീപ്പ് മെന്റലിറ്റിന്റെ ആള് അവന്റെ ജീവിതത്തിന്റെ ഉള്ളിൽ അവൻ എന്തും ചെയ്യും. അവൻ കുറെ കൂടുതൽ തെറ്റ് വഴിക്ക് പോകാനുള്ള സാധ്യതയുണ്ട്, കുറെ കൂടുതൽ തെറ്റ് വഴിയിൽ പോയിട്ട് അവൻ പിന്നെയും തിരിച്ചിട്ട് നല്ല വഴിക്ക് പോകാനുള്ള സാധ്യതയുണ്ട്, എല്ലാതും ഉണ്ട്. ബട്ട് ദ റിസ്ക് ഇസ് ടു മച്ച്. സോ ഇനി നിങ്ങളുടെ ചോയ്സ് ആണ്, നിങ്ങൾക്ക് വീക്ക് ആവേണ്ട ചീപ്പ് ആവേണ്ട. ഡിഫറൻസ് ഇസ് ക്ലിയർ. ചീപ്പ് ആണെച്ചാൽ ജീവിതം ജീവിക്കാൻ പറ്റും, പക്ഷെ അത് ഇനി ജീവിച്ചാൽ തന്നെ കേൾക്കാൻ പറ്റും, അല്ലെങ്കിൽ ആരെങ്കിലും തല്ലിക്കൊള്ളോ, അതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷെ വീക്ക് മെന്റലിറ്റിന്റെ ആൾക്ക് നിങ്ങൾക്ക് ജീവിതം ജീവിക്കാൻ പറ്റും, കോൺസിസ്റ്റന്റ്ലി ജീവിക്കാൻ പറ്റും, പക്ഷെ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിന്റെ കൂടെ സാറ്റിസ്ഫൈ ഉണ്ടാവുക. സോ ദാറ്റ്സ് ഇറ്റ്. ഫോളോ ഫോർ മോർ ക്രേസി കോണ്ടന്റ്.